शाखान्वितं पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशाक्तिकं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नीलाचलनिवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। हरे कृष्ण। ഇതിലെ വീഡിയോ ഞാൻ ഓണാക്കി വെച്ചിരിക്കുക, പക്ഷെ വീഡിയോ കാണുന്നില്ല. ഞാനതുകൊണ്ട് ആസ്കിങ് വീണ്ടും കൊടുത്തത് പ്രഭു മാതാജി. ആ ഓക്കെ, ലീവ് ചെയ്തിട്ട് കയറി നോക്കാം. വീഡിയോ ഓണാണ്. അതെ, ഒരു സെക്കൻഡ്. ദൈവിക ഗുണങ്ങളെ 3 ശ്ലോകങ്ങളിലെ ദൈവിക ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ശ്രീല പ്രഭുപാദരെ വർണ്ണാശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതായത് സന്യാസികൾക്ക് വേണ്ടുന്ന ഗുണങ്ങള്, പിന്നെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അതിലെ മുഴുവൻ നമ്മൾ പറഞ്ഞില്ല, കുറച്ച് ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി അടുത്തത് ഹ്രീം ആണ്. ഹ്രീ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക, അല്ലെങ്കിൽ ആ തെറ്റ് പറ്റിയതിലെ പശ്ചാത്തപിക്കുക. ഇതിനെ ഹ്രീ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മള് വിനയമുള്ളവരാവണം, അങ്ങേയറ്റം വിനയമുള്ളവരാവണം. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ പോലെ ത്രിനാഥപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഇതെപ്പോഴും നമ്മളുടെ ഓർമ്മയുണ്ടാവണം. അതാണ് ഹ്രീ പറഞ്ഞാല്. നമ്മൾ ആധ്യാത്മികമായിട്ട് നമ്മൾ പുരോഗതി പ്രാപിക്കും തോറും നമ്മൾ അങ്ങേയറ്റം വിനയമുള്ളവരായിട്ട് തീരുക. അതുപോലെ തന്നെ നീച പ്രവൃത്തികളിൽ നമ്മൾ വിമുഖത കാണിക്കുക, വിരക്തി കാണിക്കുക. നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് ഹ്രീ എന്ന് പറഞ്ഞാൽ. അടുത്തത് അചാപലം. അചാപലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അതാണ് അചാപലം എന്ന് പറയുന്നത്. അതായത് ഭൗതിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇത് പ്രത്യേകിച്ചും ബ്രാഹ്മണരുടെ ഒരു ഗുണമാണ് ഇത്. അടുത്തത് തേജസ്. തേജസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം. തേജസ് ക്ഷത്രിയരുടെ ഗുണമാണ്. തേജസ് എന്ന് വെച്ചാൽ അവരുടെ കടമ എന്താണ്? നമ്മളുടെ രാജ്യത്തിന്, സ്വന്തം രാജ്യത്തിനെ രക്ഷിക്കുക, രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക. അപ്പൊ അവരെ ആയുധം എടുക്കാതെ പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ക്ഷത്രിയർക്ക് അഹിംസ പറഞ്ഞിട്ടില്ല. ആയുധം എടുക്കേണ്ടിടത്തവരെ ആയുധം എടുക്കണം.
ഉദാഹരണം പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആയുധം തോക്കെടുത്തേ പറ്റുള്ളൂ. അതേസമയം ആ പട്ടാളക്കാരൻ അവധിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ തൻ്റെ ബന്ധുക്കളോടോ അയൽപക്കത്തുള്ളവരോടോ അതോ സമൂഹത്തിലുള്ളവരോടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തോക്കെടുക്കാനേ പാടില്ല. അത് ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്. അപ്പോൾ ഒരു ക്ഷത്രിയര് ആയുധം എടുക്കേണ്ടടുത്ത് ആയുധമെടുത്ത് പോരാടണം. എന്നാല് ചില സന്ദർഭങ്ങളില് തൻ്റെ എതിരാളിക്ക് മാപ്പ് കൊടുക്കേണ്ട അവസരങ്ങളിൽ മാപ്പ് കൊടുക്കാനും തയ്യാറാവണം. ഇനി അടുത്തത് ക്ഷമ. അതായത് നമ്മളെക്കാട്ടിൽ ശക്തി കുറഞ്ഞ ആൾക്കാർ തെറ്റ് ചെയ്താൽ അവരോട് പൊറുക്കുക എന്നാണ് ക്ഷമയുടെ അർത്ഥം. അതായത് നമ്മളെ അവർ അപമാനിച്ചാലും നമ്മൾ അവരോട് തിരിഞ്ഞു നിൽക്കാനേ പാടില്ല. അത് നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക, അവരോട് പൊറുക്കുക. ഇപ്പം ഭഗവാന്റെ കാര്യം പറയുകയാണെങ്കിൽ ശിശുപാലന് 100 തെറ്റ് ശിശുപാലന്റെ തെറ്റ് ഭഗവാൻ പൊറുത്തു. 100 കഴിഞ്ഞപ്പോഴാണ് ശിശുപാലനെ വധിക്കാൻ ഭഗവാൻ തയ്യാറായത്. ഇനി അടുത്തത് ധൃതി ആണ്. ധൃതി എന്ന് പറഞ്ഞാല് ദുർബലരായിട്ടുള്ളവരെ തങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതും ക്ഷത്രിയരുടെ ധർമ്മമാണ്. കാരണം ക്ഷത്രിയർ അവരുടെ ശരീരത്തെ എപ്പോഴും അരോഗദൃഢഗാത്തരാക്കി വെച്ചില്ലെങ്കിൽ അവർക്ക് ശത്രുവിനോട് പോരാടാനുള്ള ശക്തി അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് ക്ഷത്രിയരെപ്പോഴും തങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. പിന്നെ അടുത്തത് ശൗചം. അത് വൈശ്യരുടെ ഗുണമാണ്. അത് ശൗചം അല്ലെങ്കിൽ വിശുദ്ധി 2 തരത്തിലുണ്ട്. നമ്മളുടെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ശൗചം അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത്. ഇത് ആന്തരികമായിട്ടുള്ള ശൗചമുണ്ട്, ബാഹ്യമായിട്ടുള്ള ശൗചമുണ്ട്. ബാഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുക, ബ്രഷ് ചെയ്യുക, ഇതൊക്കെ കൊണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള ശുചിത്വമാണ്. ആന്തരിക ശുചിത്വം എന്ന് പറഞ്ഞാലോ നമ്മൾ മനസ്സാ വാച കർമ്മണ നമ്മൾ പരിശുദ്ധരായിരിക്കുക. നമ്മളുടെ വാക്കിലും നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ ചിന്തകളിലൊക്കെ നമ്മൾ ശുചിത്വം പാലിക്കുക. അതായത് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് കൊണ്ടും ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ടും ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടും നമുക്ക് ആന്തരികമായിട്ട് ശുചിത്വമുള്ളവരായി തീരാന് നമുക്ക് സാധിക്കും. അതുപോലെ ജ്ഞാതിമാന്യത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ബാധകമാണ്, പ്രത്യേകിച്ചും ശൂദ്രർക്ക്. ശൂദ്രരുടെ ധർമ്മം എന്തെന്ന് വെച്ചാൽ തൻ്റെ മുകളിലുള്ള മറ്റ് വിഭാഗങ്ങളെ സേവിക്കുകയാണ് അവരുടെ ധർമ്മം. അപ്പം ശൂദ്രരൊരിക്കലും തങ്ങളെ ബഹുമാനിക്കുമെന്നവര് കരുതാൻ പാടില്ല. ഉപദേശാമൃതത്തിലെ രൂപഗോസ്വാമി പറയുന്നുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രത്യേകിച്ച് വൈഷ്ണവരെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. വൈഷ്ണവർക്ക് ഒരിക്കലും തിരിച്ച് ബഹുമാനം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന്. നമ്മൾ മറ്റുള്ളവരെ ഗീവ് റെസ്പെക്ട് ടു അതേഴ്സ് ബട്ട് ഡു നോട്ട് എക്സ്പെക്ട് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. അതുപോലെ ശൂദ്രർക്കും ഇത് ബാധകമാണ്. മറ്റുള്ള വിഭാഗങ്ങളെ സേവിക്കുകയാണ് ശൂദ്രരുടെ കടമ. തങ്ങൾ ഒരിക്കലും ബഹുമാനിക്കപ്പെടുമെന്നവര് ചിന്തിക്കാനേ പാടില്ല. അടുത്തത് അദ്രോഹം. അദ്രോഹം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ബാധകമാണ്, പ്രത്യേകിച്ച് ശൂദ്രർക്ക്. മറ്റുള്ളവരെ ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുക, ഇതാണ് അദ്രോഹം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഗുണങ്ങള് ഇപ്പം നമുക്ക് തോന്നും ഇത്രയും ഗുണങ്ങൾ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുക്കുക എന്ന്. ഇതൊക്കെ മുജ്ജന്മ കർമ്മഫലത്തെ അനുസരിച്ചിട്ടാണ് ഇത് ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. ചിലരില് പുണ്യങ്ങൾ കൂടിയിരുന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളില് ദൈവിക ഗുണങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ മിക്കതും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും തിരുനാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നതോടെ നമ്മളുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങൾ മാറി നമ്മളുടെ ഉള്ളിലെ ഈ പറഞ്ഞ ദൈവിക ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. നമ്മൾ അതിനായിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു അച്ഛൻ്റെ അമ്മയുടെയും 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും 10 തരത്തിലാവും എല്ലാ കാര്യങ്ങളിലും. ഇതെന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും കർമ്മഫലം വ്യത്യസ്തമാണ്. മുജ്ജന്മ കർമ്മഫലം വ്യത്യസ്തം ആണ്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളില് പ്രവൃത്തികളിലൊക്കെ വ്യത്യാസം കാണുന്നത്. അപ്പം നമ്മള് ഇതിനായിട്ട് നമ്മളുടെ സ്വഭാവം ദുർഗുണങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പ്രവൃത്തികളൊന്നും ചെയ്യണ്ട. നമ്മൾ ഭഗവാനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും
ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നൊന്നായിട്ട് വളർന്നു വരും. അതാണ് ഭക്തിയുത സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകം. ദംഭോ ദർഭോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. അപ്പൊ ഇവിടെ ഇനി പറയുന്നത് ആസുരിക സ്വഭാവത്തെ കുറിച്ചിട്ടാണ്, ആസുരിക ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. 4 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ, 20 അല്ല 22 വരെയുള്ള ശ്ലോകങ്ങളിലും ആസുര സ്വഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരാളില് ആസുര സ്വഭാവങ്ങള്, ആസുരിക ഗുണങ്ങൾ കടന്നുകൂടിയാൽ ആ വ്യക്തി എപ്രകാരം പെരുമാറും എന്നും ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആസുര ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം, ഇതെല്ലാം ആസുരിക ഗുണങ്ങളാണ്. അപ്പം ഇതെല്ലാം ജന്മന ഉണ്ടാകുന്നതാണ്. മുൻപ് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ മുജ്ജന്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരാളിലെ, ഒരു വ്യക്തിയില് ഇതെല്ലാം കാണപ്പെടുന്നത്. അപ്പം ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട് ഇതെല്ലാം നരകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ആസുര സ്വഭാവികൾ ഒരിക്കലും അവര് നേരായ വഴിയിലൂടെ അവര് സഞ്ചരിക്കില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്താലും അത് അവരനുസരിക്കാനോ കേൾക്കാനോ അവര് തയ്യാറാവില്ല. അവർക്ക് തോന്നുന്നപടിയാണ് അവര്, തന്നിഷ്ടത്തിനാണ് അവര് പ്രവർത്തിക്കുന്നത്. അതവരെ അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് പറയുന്നത് ഇതെല്ലാം നരകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന്. അവർക്ക് ആധ്യാത്മിക ശാസ്ത്രത്തിലൊന്നും അവർക്ക് അറിവില്ലെങ്കിലും അവരുള്ളതായിട്ട് അവര് ഭാവിക്കും. മിഥ്യ അഹങ്കാരികളാണ് ആസുര സ്വഭാവികള്. അവർക്ക് ഇല്ലാത്ത സദ്ഗുണങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാൻ അവര് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവര് എന്തെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെടാമോ അതെല്ലാം ചെയ്യും. ഇനി അവരുദ്ദേശിക്കുന്ന വഴി പോകാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലോ അവര് പെട്ടെന്ന് ക്രുദ്ധരാവുകയാണ് ചെയ്യുന്നത്. അവരിൽ കോപം വന്നു കഴിഞ്ഞാൽ, കോപിഷ്ഠരായി കഴിഞ്ഞാൽ അവര് അങ്ങേയറ്റം പരുഷമായിട്ടുള്ള വാക്കുകൾ, കർക്കശമായിട്ടുള്ള മൂർത്ത വാക്കുകൾ, അവര് ആയുധങ്ങളെക്കാട്ടിലും മൂർച്ച കൂടുതലായിരിക്കും അവരുടെ വാക്കുകൾക്ക്. അങ്ങനെ വാക്കുകൾ പ്രയോഗിക്കാൻ അവര് ഒട്ടും മടി കാണിക്കില്ല. അവര് സമൂഹത്തില് നല്ല രീതിയിൽ നടക്കുന്നവരെ ഒന്നും അവരെ ബഹുമാനിക്കാൻ അവര് തയ്യാറാവില്ല. അപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ആർജിക്കുന്നതാണ് അവരീ ഗുണങ്ങളൊക്കെ എന്ന്. അവര് വളർന്നു വരുംതോറും ഈ ദുർഗുണങ്ങളെല്ലാം അവരോടൊപ്പം തന്നെ വളർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ ആസുരീമത മാശുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദൈവികമായിട്ടുള്ള ഗുണങ്ങള് നമ്മളുടെ മോക്ഷത്തിന് കാരണമാകുന്നു. അതേസമയം ആസുര ഗുണങ്ങള് ഭൗതികമായിട്ടുള്ള ബന്ധനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഒന്ന് ഭൗതിക ബന്ധ മോക്ഷത്തിന് കാരണമാകുന്നു, ഒന്ന് ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്നു എന്ന്. അപ്പം നമ്മളുടെ ഉള്ളില് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മളത് സ്വയം തിരിച്ചറിഞ്ഞ് ഭഗവത് ഭക്തിയുടെ സേവനത്തിലൂടെ അതിനെ മറികടക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പൊ ഭഗവാൻ ഇത്രയും പറഞ്ഞപ്പോൾ അർജുനന് ഒരു ചെറിയ സംശയം, ഞാനും ആസുര സ്വഭാവിയാണോ എന്ന്. അപ്പൊ ഭഗവാൻ അർജുനനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അർജുന, നീ വിഷമിക്കേണ്ട, നീ ദൈവിക ഗുണങ്ങളോടെ ജനിച്ചവനാണ്, നിന്നിൽ ആസുരിക സ്വഭാവങ്ങൾ ഒന്നുമേ ഇല്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ. അവിടെയും ഭഗവാൻ അർജുനനോട് നീ ദൈവിക ഗുണമുള്ളവനാണ്, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണ്ടെന്നല്ല പറയുന്നത്, നീ നിന്റെ കടമയായിട്ടുള്ള യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിന്നിൽ ആസുര സ്വഭാവം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം യുദ്ധക്കളത്തില് നിരന്നു നിൽക്കുന്നത് തന്റെ ആചാര്യന്മാരാണ്, കുലഗുരുക്കന്മാരും മുത്തച്ഛന്മാരും ബന്ധുമിത്രാദികളും ഒക്കെയാണ്. അതുകൊണ്ടാണ് അർജുനൻ സംശയിച്ചത് ഇവരെയൊക്കെ വധിച്ചിട്ട് രാജ്യം നേടുന്നത് ആസുര സ്വഭാവമല്ലേ എന്ന്. അതിനെ ഭഗവാൻ അർജുനനെ സമാധാനിപ്പിക്കുകയാണ്. നീ ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് ആസുര സ്വഭാവം നിന്നിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? നിന്റെ കടമയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളതും ധർമ്മയുദ്ധമാണ്. തങ്ങൾക്ക് കിട്ടേണ്ട അധികാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതൊരിക്കലും അധർമ്മമാവില്ല, അത് ധർമ്മയുദ്ധം തന്നെയാണ്. അതിൽ നിന്ന് നീ
പുറകോട്ട് പോകുന്നതാണ് നിന്റെ ഭീരുത്വം. അപ്പോൾ നീ ആസുര സ്വഭാവിയാകും എന്നാണ് ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വ്യത്യസ്ത ആധ്യാത്മികമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് ആരാണ്? ആധ്യാത്മിക സ്വഭാവം ഉള്ളവരാണ്. അതായത് ദൈവിക ഗുണങ്ങൾ ഉള്ളവരാണ് സമൂഹത്തില് ആ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രീല പ്രഭുപാദര് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദ്യൗഭൂത സർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും ഈ രണ്ട് ഗുണങ്ങൾ കാണപ്പെടും. ദൈവിക ഗുണവും കാണപ്പെടും, ആസുരിക ഗുണവും കാണപ്പെടും. നമ്മൾ മുൻപ് മനസ്സിലാക്കി ഓരോ യുഗങ്ങളിലും വ്യത്യസ്തമായിരുന്നു അല്ലേ? കലിയുഗത്തിലെ ഈ ദൈവിക ഗുണവും ആസുര ഗുണവും ഒക്കെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയില് ഓരോ വ്യക്തിയിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അപ്പം ഇവിടെ അർജുനൻ ദൈവിക പ്രകൃതി ഉള്ളവനാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആസുര സ്വഭാവം എന്താണ്, ആസുര പ്രകൃതി എന്താണെന്ന് ഭഗവാൻ ഇവിടെ വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, രണ്ടു തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്. ഒന്ന് ദൈവിക പ്രകൃതിയോട് ജനിച്ചവരും, അതായത് ദൈവിക ഗുണത്തോടെ ജനിച്ചവരും ഉണ്ട്, ആസുര ഗുണത്തോടെ ജനിച്ചവരുമുണ്ട് എന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് ദൈവിക ഗുണമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക? അവര് ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകാൻ അവർ തയ്യാറായിരിക്കും. അവര് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവത്ഗീത, ഭാഗവതം മുതലായവ വായിക്കുകയും പഠിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് മനനം ചെയ്യുകയും ചെയ്യും. ആധ്യാത്മ ഗുരുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കും. ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവര് മുന്നോട്ട് പോകാനും തയ്യാറായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവര് ദൈവിക ഗുണത്തോടെ ജനിച്ചവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ആസുര സ്വഭാവികളാണെങ്കിലോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അനുസരിക്കാൻ അവര് തയ്യാറാവില്ല. ഇതിന് നേർ വിപരീതമായിട്ടാണ് അവരുടെ പ്രവൃത്തികളെല്ലാം. നാമം ജപിക്കാൻ പറഞ്ഞാൽ അവരെ കൂട്ടാക്കില്ല. ഈശ്വരനുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ അവർക്കതിൽ വിശ്വാസമില്ല. നമ്മളുടെ ഉള്ളില് ഭഗവാൻ തന്നെ പരമാത്മ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നുണ്ട്. നമ്മളുടെ എല്ലാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മൂക സാക്ഷിയാണ് ആര്? പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അവർക്കതില് വിശ്വാസമില്ല. അവർക്ക് തോന്നിയപടി ജീവിക്കുക മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ അവര് തയ്യാറാവുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരാണ് ആസുര പ്രകൃതി ഉള്ളവർ, ആസുര ഗുണങ്ങൾ ഉള്ളവര് എന്ന ഭഗവാൻ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരച്ഛന്റെ മക്കളാണ്. അതായത് കശ്യപ പ്രജാപതിയുടെ മക്കളാണ് ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ. പക്ഷെ അവര് രണ്ട് വിഭാഗത്തിൽ പെടുന്നവരാണ്, രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ളവരാണ്. ഒരു കൂട്ടര് വേദപ്രകാരം ജീവിക്കുന്നു, മറ്റുള്ളവർ അവർക്ക് തോന്നുന്ന വഴി തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. അതായത് ആസുര സ്വഭാവികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അവർക്ക് അറിവില്ല. കാരണം എന്താണ്? അവര് അജ്ഞതയിലാണ്, അജ്ഞതയാകുന്ന അന്ധകാരത്തിലാണ് അവര് ജീവിക്കുന്നത്. അവർക്ക് വിശുദ്ധിയില്ല, നന്നായിട്ട് പെരുമാറാൻ അവർക്ക് വശമില്ല, അതുപോലെ സത്യസന്ധതയില്ല ആസുര സ്വഭാവികൾക്ക്. അപ്പം നമ്മളുടെ മനസ്സിലെ ചിന്തകളെല്ലാം നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? സൽപ്രവൃത്തികളാവും, ഇല്ലേ? അത് നമ്മളുടെ മനസ്സ് നേരെയല്ല, അസുര സ്വഭാവികളായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മൾ പറയുന്നത് അതാണ്. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദരോട് ഒരിക്കല് ഒരു ശിഷ്യൻ ചോദിച്ചു, ആരാണ് ആസുര സ്വഭാവി? അതിന് പ്രഭുപാദര് പറഞ്ഞത് എന്താണ്? അത് ഞാനാവാം, നീയാവാം, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികളാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവാം. കാരണം ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരിലും ഉണ്ട് ആസുര സ്വഭാവങ്ങൾ, എല്ലാവരിലും ഉണ്ട് സദ്ഗുണങ്ങളും ഉണ്ട് ദുർഗുണങ്ങളും ഉണ്ട് എല്ലാവരിലും. അപ്പം നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ വാക്കുകള്, നമ്മളുടെ പ്രവൃത്തി, ഇതെല്ലാം നമ്മൾ എപ്പോഴും വിശുദ്ധമാക്കാൻ, ശുദ്ധമാക്കി വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം.
അപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ആര്യ സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആര്യന്മാര് വേദപ്രകാരം ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അവരിൽ തന്നെ ഈ വേദങ്ങളും ഒക്കെ പഠിച്ചവർ, ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ട്. ഇതെല്ലാം പഠിച്ചിട്ടും ആധ്യാത്മിക പാത സ്വീകരിക്കാത്തവരും ഉണ്ട്. അപ്പോൾ ആധ്യാത്മിക പാത സ്വീകരിക്കാത്തവരെ ആസുര സ്വഭാവികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവർക്കെല്ലാം അറിയാം, പക്ഷെ അതിനെ അനുസരിക്കാൻ അവര് തയ്യാറാവില്ല. അവർക്ക് ശുദ്ധിയില്ല, ബാഹ്യശുദ്ധിയുമില്ല, ആന്തരിക ശുദ്ധിയുമില്ല. ബാഹ്യശുദ്ധി എന്ന് പറഞ്ഞാൽ അവര് പതിവായിട്ട് കുളിക്കില്ല, പല്ല് തേക്കില്ല, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. മലിനമായിട്ടുള്ള വസ്ത്രത്തോടെ മുടി നീട്ടി വളർത്തി ഒരു പ്രാകൃത ജീവികളായിട്ട് അവര് നടക്കും. അതുപോലെ തന്നെ അവരുടെ ഉള്ളും അവര് ശുദ്ധമാക്കി വെക്കാൻ, അവരുടെ മനസ്സും ശുദ്ധമാക്കി വെക്കാൻ അവര് തയ്യാറാവില്ല. അപ്പം ആന്തരികമായിട്ട് നമ്മൾ ശുചിത്വമുള്ളവരാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം, ഭഗവാനെ നിത്യവും നമ്മൾ എപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും. തിരുനാമം ജപിക്കുന്നതോടെ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ പോയി നമ്മൾ ശുദ്ധരാവുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മളുടെ ഉള്ള, നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ദുർഗുണങ്ങളെല്ലാം പോയി നമ്മളുടെ ഉള്ള ശുദ്ധമാകുന്നുണ്ട്. അപ്പം എപ്പോഴാണ് നമ്മൾ ആത്മാവാണ്, നമ്മൾ ശരീരമല്ല എന്ന് തിരിച്ചറിയുന്നത്, അതുവരേക്കും നമ്മൾ എന്താണ്? ആസുര സ്വഭാവികളാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. നമ്മൾ എപ്പോഴാണോ ആത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ തലത്തിലെത്തുന്നത്, അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങൾ മാത്രമായിട്ട് തീരും. അപ്പം നമ്മൾ ശരീരമല്ല, ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവത് ചിന്തയിലും ഭഗവാന് വേണ്ടി പ്രവർത്തിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ കഴിച്ചു കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ദൈവിക ഗുണങ്ങൾ നമ്മളുടെ ഉള്ളില് അതിവേഗം നമുക്ക് വളർത്തിയെടുക്കാനും നമ്മൾ ആ സാത്വികമായിട്ടുള്ള തലത്തിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ശ്രീല പ്രഭുപാദര് മനുസംഹിതയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ശ്രീല പ്രഭുപാദര് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ മനുസംഹിതയിലെ ചില കാര്യങ്ങള് പ്രഭുപാദര് അനുവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല് മാതാജിമാർക്ക്, പ്രഭുക്കന്മാർക്കും ഒക്കെ ഒരേ സ്ഥാനം എന്നുവെച്ചാൽ മാതാജിമാർക്ക് കുറെ റെസ്ട്രിക്ഷൻസ് പ്രഭുപാദര് വെച്ചിട്ടുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഇസ്കോൺ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദര് മനുസംഹിത ഫോളോ ചെയ്തത്. അതുപോലെ ഭക്തിവിനോദ ഠാക്കൂറും മനുസംഹിത ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ എന്താണ്, സ്ത്രീകൾക്ക് എല്ലാത്തിനും മുൻഗണന വേണം, ഇല്ലേ? പുരുഷന്മാരെ പുറകിലേക്ക്. മനു എന്താണ് പറഞ്ഞിരുന്നത്? സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല അർത്ഥം. അതായത് പെൺകുട്ടികളെ വിവാഹം കഴിയുന്നത് വരേക്കും അച്ഛനമ്മമാരുടെയും സഹോദരന്റെയും സംരക്ഷണത്തിൽ കഴിയണം. വിവാഹശേഷം ഭർത്താവിന്റെ സംരക്ഷണത്തിലും ഭർത്താവിന്റെ മരണശേഷം തങ്ങളുടെ പുത്രന്മാരുടെ സംരക്ഷണത്തിലുമാണ് ഒരു സ്ത്രീ കഴിയേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന പല തരത്തിലുള്ള സമൂഹത്തിന്റെ മോശമായിട്ടുള്ള സംഭവങ്ങൾക്ക് കാരണം എന്താണ്? ഒരു പരിധിവരെ സ്ത്രീകൾ ഉത്തരവാദികളാണ്. മാന്യമായിട്ട് വേഷം ധരിക്കുകയും മാന്യമായിട്ട് പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇത്രയധികം അക്രമങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അക്കാര്യത്തില് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചിട്ട് സ്ത്രീകളെ അടിമകളായിട്ട് കരുതണം എന്നല്ല മനു പറഞ്ഞത്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു പരിധി വരെ. അതുകൊണ്ടാണ് പ്രഭുപാദര് ഇസ്കോണില് എല്ലാ സ്ത്രീകളെയും മാതാജിമാരായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞത്. ഭഗവാന്റെ അമ്മമാരായിട്ട് കണക്കാക്കണം. അപ്പോൾ മറ്റുള്ളവര് അവരുടെ സ്ത്രീകളെ ബഹുമാനിക്കും. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ ഗോപന്മാരായിട്ട് കാണുക, പെൺകുട്ടികളെ ഗോപികമാരായിട്ട് കാണുക. അപ്പം പരസ്പരം ബഹുമാനിക്കാന് പഠിക്കും. അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പൊള്ളയായ ധാരണ കൃത്രിമമായി ആവിഷ്കരിക്കാൻ വിവാഹം എന്നത് സമൂഹത്തിന് കേവലം ഒരു ഭാവനയായി. സ്ത്രീകളുടെ ധാർമ്മിക നിലവാരം ഉയരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ശരിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടൊരു പുരോഗതി സ്ത്രീകൾക്ക് ഉണ്ടാകുന്നില്ല. അപ്പം എന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും സമൂഹത്തിലെ ആസുര സ്വഭാവികൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഈ ഋഷീശ്വരന്മാര് പലതരത്തിലുള്ള നല്ല നല്ല ആശയങ്ങൾ, കാരണം അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്നുമാണ് അവര് സമൂഹത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവര് എഴുതി ഉണ്ടാക്കിയത്. അപ്പം അതനുസരിക്കാൻ ആസുര സ്വഭാവികള് തയ്യാറാകുന്നില്ല. അപ്പൊ ഇതിനെയെല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സാമൂഹ്യ വ്യവസ്ഥിതി ഇന്ന് വളരെ പരിതാപകരമായിട്ട് വരുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമൂഹം അച്ചടക്കമുള്ള ഒരു സമൂഹമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട്. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമ്മന്യത് കാമഹൈതുകം. അപ്പം ആസുര സ്വഭാവികൾ എന്താണ് ഈ പ്രപഞ്ചത്തെ കുറിച്ചും സൃഷ്ടിയെ കുറിച്ചും ഒക്കെ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അവരെന്താണ് കരുതുന്നത്? എല്ലാം മായയാണ്. മായ എന്ന് വെച്ചാല് അവര് ബ്രഹ്മം, എല്ലാം ബ്രഹ്മമായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അവരും ബ്രഹ്മമാണ്, ഈ ഭൗതിക പ്രകൃതി ബ്രഹ്മമാണ്, ഭഗവാൻ എന്ന് പറയുന്നതും ബ്രഹ്മമാണ്. അവസാനം മരണശേഷം എല്ലാം ബ്രഹ്മമായിട്ട് തീരും. എല്ലാം ശൂന്യമാണ്, ശൂന്യവാദികളാണ്. ഒന്നുമേ ഇല്ല, മരണത്തിന് ശേഷം ഒന്നുമില്ല. അതുകൊണ്ട് മരണം വരെ എന്ത് ചെയ്യണം? അടിച്ചു പൊളിച്ച് ജീവിക്കുക, കുറെ പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കുന്നതിന് എന്ത് വഴിയും സ്വീകരിക്കാൻ അവര് തയ്യാറാകും. അവരുടെ ആശയങ്ങള് അതിൽ അവർ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ കൂടി അവരുടെ വഴിയെ കൊണ്ടുവരാൻ അവര് പരിശ്രമിക്കുകയും ചെയ്യും. ഇല്ലെങ്കിലോ പലതരത്തിലുള്ള ഭീഷണിയാണ് ഒരു സമൂഹത്തിന് ഉണ്ടാക്കുന്നത്. സമൂഹത്തിന് ഒരു ആപത്ത് തന്നെയാണ് ഈ കൂട്ടരെന്നു പറയാന് സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മിഥ്യയാണ്. അവര് സത്യമായിട്ട് ഇതെല്ലാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ സൃഷ്ടി എന്ന് പറയുന്നത് സത്യമാണ്, പക്ഷെ അത് മിഥ്യയാണ്, താൽക്കാലികമാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവരെന്താണ് പറയുന്നത്? ഇതൊക്കെ വെറും ഇല്യൂഷനാണ്. അതായത് മരുഭൂമിയിലെ മരീചിക പോലെ ഇല്യൂഷനാണ്. മരീചികയിൽ അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിച്ചെടുത്ത് എന്ന് അവിടെ വെള്ളം ഉണ്ടാകുമോ? ഇല്ല. അതുപോലെയാണ് ഈ സൃഷ്ടി. അവർക്ക് വേണ്ടിയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്, എൻജോയ് ചെയ്യാൻ. അതുകൊണ്ട് മരണം വരെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ ആശയം എന്നാണ് ശ്രീല പ്രഭുപാദര് പറയുന്നത്. അവരെ ഭഗവാനില് വിശ്വസിക്കുന്നില്ല. ഇതിന്റെ എല്ലാം നിയന്താവ് ഭഗവാനാണെന്നും ഈ സൃഷ്ടിക്ക് കാരണം ഭഗവാനാണെന്നും അവര് വിശ്വസിക്കുന്നില്ല. ഒരു മായക്കാഴ്ചയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ അവര് കാണുന്നത്. കാരണം എന്താണ്? ഇതിനൊരു നിയന്താവുണ്ടെന്നോ ഇതിന് പ്രത്യേക ലക്ഷ്യമുണ്ടെന്നോ ഒന്നും അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭോഗാസ്വാദനത്തിനുള്ള ഒരു ഉറവിടമാണ്. ഇതെല്ലാം തനിയെ ഉണ്ടായതാണ്. അതായത് ഇപ്പോഴത്തെ ഒരു പുതിയതുണ്ടല്ലോ, എന്താ ബിഗ് ബാങ് തിയറി. അതായത് സ്ഫോടനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഒരു സ്ഫോടനം കൊണ്ട് ഇതെല്ലാം നശിക്കുകയും ചെയ്യും എന്നാണ് അവര് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതുവരേക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഇതാണ് അവരുടെ ആശയം എന്ന് പറയുന്നത്. പക്ഷെ അവര് ഈ മിന്നിത്തിളങ്ങുന്നതൊക്കെ സ്വർണമാണോ? അല്ല, അതിലവര് വിശ്വസിക്കുന്നില്ല. അപ്പം ഈ സൃഷ്ടിക്ക് ഒരു ഉദ്ദേശമുണ്ടെന്നും ജീവാത്മാക്കളെ അത് ഉൾപ്പെടുത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും അവര് മനസ്സിലാക്കുന്നില്ല. ഈ സൃഷ്ടിയിലെ ഭൗതിക വാസന ഉള്ളവർക്ക്, അതായത് ഭൗതികമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതേസമയം ഇതെല്ലാം മതിയാക്കി ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ഈ ഒരു ജീവാത്മാവിന്റെ ജീവിതത്തിലെ സുഖവും ദുഃഖവും എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിന്റെ എല്ലാം പിന്നിൽ ആരുടെ കൈകളാണ് എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ മൂല കാരണം കണ്ടെത്തി ഈ ഭൗതികതയെ അതിജീവിച്ച് അതിന്റെ പുറത്തു കടന്ന് ആ പരമസത്യത്തെ അന്വേഷിച്ച് ആ പരമസത്യത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷം ആസുര സ്വഭാവികൾക്ക് ഇല്ല. കാരണം എന്താണ്? അവര് ഭഗവാനെ അംഗീകരിക്കുന്നില്ല. അവര് അജ്ഞതയാകുന്ന അന്ധകാരത്തിലാണ് അവര്. അതിൽ കഴിയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇടത്തോട്ട് പോകുന്നവർക്ക് ഇടത്തോട്ട് പോകാം, അല്ല വലത്തോട്ട് പോകേണ്ടവർക്ക് വലത്തോട്ട് പോകാം. അതായത് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്, നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുണ്ട്. ഭഗവാന്റെ പ്രസാദം ഭക്ഷണം ഉണ്ടാക്കി ഭഗവാൻ ഓഫർ ചെയ്തിട്ട് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ
ആ ഭക്ഷണം കഴിക്കാൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. ചോയ്സ് നമുക്കാണ്. ഭഗവാൻ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ ശങ്കരാചാര്യരായിട്ട് വന്ന മായാവാദം അല്ലെങ്കിൽ ഭൗതികവാദം പ്രചരിപ്പിച്ചത്. അങ്ങനെ എല്ലാവരെയും ആക്കിയിട്ട് ഭഗവാൻ ഉണ്ട് എന്ന് അവരെ അനുഭവത്തിൽ കൂടി അവരെ മനസ്സിലാക്കിക്കുക. അങ്ങനെ എല്ലാവരെയും ഭഗവാന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. കാരണം എന്താണ്? ഉടനടി ഇത് ചെയ്യൂന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അവരെ അനുസരിക്കാൻ തയ്യാറാവില്ല. ഇത് ശരിയല്ല. ബുദ്ധമതവും ഒക്കെ ഉണ്ടായിരുന്നു, ജൈനമതം, ബുദ്ധമതം, ഇതിലൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിലൊക്കെ എന്താണ്? ഈശ്വരനെ അവർ അംഗീകരിക്കുന്നില്ല. അതിനുശേഷമാണ് ഭൗതികതാവാദം വന്നത്. അപ്പൊ അതിൽ കൂടി ഇവരെ മായക്കടിമയാക്കിക്കൊണ്ട് ഭഗവാനുണ്ട് അപ്പുറത്ത്, ആ ഭഗവാനിലേക്ക് എല്ലാവരും ആ ഭഗവാന്റെ വഴിയെ വന്ന് ഭഗവാനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം ദുഃഖാലയമാണ്. ഈ ദുഃഖാലയത്തിലേക്ക്, അതായത് മൃത്യു ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്ന് പഠിപ്പിക്കാനാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. ഒറ്റയടിക്ക് ഇതെടുക്കൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യരായിട്ട് മഹാദേവൻ വന്ന് ഈ ആശയങ്ങളെല്ലാം ഇവരുടെ തലയിൽ കെട്ടിവെച്ചത്. പക്ഷെ ഇന്നും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആൾക്കാര് തയ്യാറാവുന്നില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കൃഷ്ണാബോധത്തിലേക്ക് വരാൻ അവര് മടി കാണിക്കുന്ന ഇതുകൊണ്ടാണ്. അവരെല്ലാം ആസുര സ്വഭാവങ്ങൾ കൂടി വരുന്നതല്ലാണ്ട് അവരതുകൊണ്ടുള്ള അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ അവരൊരിക്കലും തയ്യാറാവാത്തത് കൊണ്ടാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ സൃഷ്ടി എന്ന് പറയുന്ന അവരുടെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് അവര് കരുതിയിരിക്കുന്നത്. അതാണ് കാമഹേതുകം. അവരുടെ കാമവാസനകൾ, ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൃഷ്ടിയെ വീണ്ടും വീണ്ടും നിലനിർത്താൻ ഇന്ദ്രിയ ആസ്വാദനത്തിലൂടെ അവർക്ക് സാധിക്കും എന്നാണ് അവര് വിശ്വസിക്കുന്നത്. അപ്പം സെൻസ് എൻജോയ്മെന്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവര് ആയുഷ്കാലം മുഴുവൻ ചെലവഴിക്കുന്നതും. അതിനുവേണ്ടി കഴുതകളെ പോലെ കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുക. ആ ധനം കൊണ്ടവര് മൂന്ന് കാര്യങ്ങൾ, ആ സ്ത്രീ, അതായത് കാമവാസന, പിന്നെ അവർക്ക് തോന്നിയപടി ജീവിക്കുക, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുക. ഇത് മൂന്നുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അവര് അജ്ഞത കൊണ്ടാണ്, അവരജ്ഞരാണ്. വേദങ്ങളിലോ ശാസ്ത്രങ്ങളിലോ ഒന്നും അവര് വിശ്വസിക്കുന്നില്ല. അപ്പം കലിയുഗത്തില് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പേരുമെന്ന്. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ വന്നിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടത്? ഇവരെ ആ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അവര് വന്നില്ലെങ്കിലും വീണ്ടും 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 അവരെ നിർബന്ധിക്കുകയല്ല. ഈ കൃഷ്ണാവബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തെറ്റായ വഴിയിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ് എന്നാണ് ശ്രീല പ്രഭുപാദർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇവരെ നേരായ വഴിയിലൂടെ കൊണ്ടുവന്ന് അവരെയും സാക്ഷാത്കാര പാതയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ആധ്യാത്മിക ആചാര്യന്മാരെ, നമ്മളുടെ ഗുരുക്കന്മാരെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് അയക്കുന്നത്. ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകം പോലെ വാചോവേഗം, മനസ്സാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥ വേഗം. അതായത് ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഇതിനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? അവര് സ്വയം സാക്ഷാത്കാര പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. അവര് അതീന്ദ്രിയ തലത്തിലാണ്. ആ സവിശേഷത അവര് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെയും ആ വഴിക്ക് കൊണ്ടുവരാൻ, അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അവരെയും നേരായ വഴിയിൽ കൊണ്ടുവരാൻ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ, നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കണമെന്ന് പറയുന്നു. അല്ലാതെ നമുക്ക് നേരെയാവാൻ നമുക്ക് സാധിക്കില്ല. ഇനി അടുത്ത ശ്ലോകം. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യാൻ നഷ്ടാത്മാനോ അല്പബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോഹിതാഃ. അതായത് ഈ ആസുര സ്വഭാവികൾ അവരുടെ ആശയങ്ങളെ പിന്തുടർന്ന് അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. അവർ മറ്റുള്ളവർക്ക് ദ്രോഹവുമാണ്, അവർക്കും അവരെ ആപത്തുണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവര് അല്പബുദ്ധികളാണ്. അവരെന്ത് ചെയ്താലും എന്തായിരിക്കും?
ഈ ലോകത്തിന് സമൂഹത്തിനൊക്കെ വൻ വിപത്താണ് അവര് സൃഷ്ടിച്ചു വെക്കുന്നത്. പക്ഷെ ഇത് അവര് മനസ്സിലാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ വിചാരം എന്താണ്? അവര് ഭൗതികമായിട്ട് വളരെയധികം പുരോഗമിക്കുകയാണെന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? ഇവരൊക്കെ ശൂന്യവാദികളാണ്, ശൂന്യരാണ്, ഇവരൊക്കെ വട്ടപൂജ്യമാണെന്നാണ് ഭഗവത്ഗീത നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അവര് ലോകത്തിന് തന്നെ വിനാശകരമായിട്ടുള്ള, അതാണ് ഉഗ്രകർമ്മ എന്ന് പറയുന്നത്. ആ ദുഷ്ടകർമ്മങ്ങളിലാണ്, ദുഷ്ടപ്രവൃത്തികളിലാണ് അവര് ഏർപ്പെട്ടിരിക്കുന്നത്. അവര് മനസ്സിലാക്കുന്നില്ല, അവർക്ക് തന്നെ ആപത്തും മറ്റുള്ളവർക്കും ആപത്താണ് അവർ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അവരൊരിക്കലും മനസ്സിലാക്കാൻ അവര് ശ്രമിക്കുന്നില്ല. അപ്പം ആസുര സ്വഭാവികളെ എങ്ങനെയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആസുര സ്വഭാവം സ്വീകരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കുമെന്നാണ് ശ്രീല പ്രഭുപാദര് നമ്മളോട് പറയുന്നത്. അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യം എന്തെന്നവര് മനസ്സിലാക്കുന്നില്ല, അവരറിയാൻ താല്പര്യവും കാണിക്കുന്നില്ല. അവർക്ക് ബുദ്ധിശൂന്യരാണ്, ഇവർക്ക് അല്പബുദ്ധികളാണ് എന്നാണ് പറയുന്നത്. ഇവർ സാങ്കേതികമായിട്ടും ഒക്കെ വളരെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടാവാം, സാങ്കേതികമായിട്ട് വളരെയധികം പുരോഗതി പ്രാപിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും പുരോഗതി അല്ല. അവരുടെ കാരണം എന്താണ്? അവര് ഭഗവാനെ ഫോക്കസ് ചെയ്യുന്നില്ല, ഭഗവാനെ മുൻനിർത്തിയല്ല അവരുടെ പ്രവൃത്തികളൊന്നും. അതുകൊണ്ട് അവരെത്രയധികം പുരോഗമിച്ചാലും അവരുടെ ലക്ഷ്യം, ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവർക്കൊരിക്കലും സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാനെ മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളും എന്താകും? ആസുര സ്വഭാവികളാകും. ഇതാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പൊ യഥാർത്ഥ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ മുൻനിർത്തിയുള്ള പ്രവൃത്തികളാണ് യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് നമുക്കറിയാം, ആണവായുധം വരെ, ഈ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ തരത്തിലുള്ള ശക്തിയുള്ള ആണവായുധങ്ങൾ ഓരോ രാജ്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ധാരാളം സമ്പത്ത് ഇതിനു വേണ്ടി അവര് ചെലവഴിക്കുന്നുണ്ട്. ഇതൊക്കെ പാഴ്ചെലവുകളാണ്, അല്ലേ? ഇതിനവര് മടി കാണിക്കുന്നില്ല. പക്ഷെ ഒന്നും നമ്മൾ ഓർമ്മിക്കാം, ഈ ആണവായുധമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപും ആണവായുധത്തിനേക്കാൾ ശക്തമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇന്നിപ്പോ ആണവായുധങ്ങളൊക്കെ തന്നിഷ്ടത്തിനാണ് അവർ ഉപയോഗിക്കുന്നത്. തനിക്കും നാശമാണ്, തൻ്റെ രാജ്യത്തിനും നാശം, മറ്റുള്ള രാജ്യത്തെ ജനങ്ങൾക്കോ രാജ്യത്തിനും ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. നമുക്കറിയാം, ജപ്പാനിലൊക്കെ ആറ്റം ബോംബ്, അല്ലേ, വിനിയോഗിച്ചു. ഇതിന്റെ ഫലം ഇന്നും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ആപത്താണ് അവരുണ്ടാക്കി വെച്ചതെന്ന് അവരറിയുന്നുണ്ടോ? ഇല്ല. അവർക്കും നാശം വന്നു, മറ്റുള്ളവരെയും, അതായത് നിരപരാധികളെയും കൂടി അവര് ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷത്തെ മനസ്സിന്റെ ആ ദൗർബല്യം കൊണ്ടാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. അവര് ചിന്തിക്കുന്നില്ല എന്താണ് താൻ ചെയ്യുന്നത് എന്ന് ഉള്ള ചിന്താശക്തി ഇങ്ങനെയുള്ളവർക്ക് നഷ്ടപ്പെട്ടുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിക്കപ്പെടുന്നത്. കാരണം ആണവായുധങ്ങളും ഇന്നത്തെ തീവ്രവാദികളൊക്കെ അവരെ മുൻപിൻ നോക്കുന്നില്ല, താൻ എന്താണ് ചെയ്യുന്നത് എന്നവര് ചിന്തിക്കുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് യുദ്ധം ചെയ്തിരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം. ഇതിനു മുൻപ് അവര് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അവര് പരസ്പരം അതിനുള്ള സ്ഥലം അവരാലോചിച്ച് കണ്ടെത്തിയിരുന്നു. യുദ്ധം തുടങ്ങേണ്ട ദിവസങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം നടന്നത് ധർമ്മഭൂമിയിൽ വെച്ചിട്ടാണ്. അത് കുരുക്ഷേത്രം എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. അവർക്കറിയാം, ധർമ്മം ഉള്ളിടത്തെ ആ സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്താല് ധർമ്മമേ വിജയിക്കുള്ളൂ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുണ്ട്, ഭഗവാൻ ഉള്ളിടത്ത് ധർമ്മവുമുണ്ട്, അതിനെ അവിടെ ജയമുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. അതുപോലെ യുദ്ധം ചെയ്യുന്നതിന് മുൻപായിട്ട് ഇരുകൂട്ടരും അണിനിരന്ന് അവര് പരസ്പരം തങ്ങളുടെ സൈന്യപക്ഷത്തുള്ളവരെ അവര് നോക്കി കാണും, ഇല്ലേ? അർജുനന്റെ കാര്യത്തിൽ കൂടി നമ്മളതെല്ലാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് നിയമങ്ങളുണ്ട്. ഇന്ന സമയത്ത് യുദ്ധം ആരംഭിക്കും, ഇന്ന സമയത്ത് യുദ്ധം അവസാനിക്കും. ആ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവര് യുദ്ധം ചെയ്യില്ല, ആയുധം എടുക്കാത്തവരോട് യുദ്ധം ചെയ്യില്ല. ഇങ്ങനെയുള്ള നിയമങ്ങൾ അവരെ പാലിച്ചിരുന്നു. തനിക്ക് തുല്യമായിട്ട് ശക്തി ഉള്ളവരോടെ അവര് യുദ്ധം ചെയ്തിരുന്നുള്ളൂ. തന്നെക്കാട്ടിൽ ശക്തി കൂടിയവരോടോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞവരോടോ അവര് യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇതൊക്കെ നമുക്കറിയാം, മഹാഭാരത കഥ അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് യുദ്ധം നടത്തിയിരുന്നത് മുൻകാലത്ത്. ഇന്നിപ്പോ അതാണോ? ഓർക്കപ്പുറത്താണ് അതും
നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളെയാണ് വധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നേട്ടമായിട്ടാണ് അസുര സ്വഭാവികൾ കണക്കാക്കുന്നത്. പക്ഷെ ഇതൊന്നും നേട്ടമല്ല എന്നവര് മനസ്സിലാക്കുന്നില്ല. കാരണം അല്പബുദ്ധികളാണ് അവര്. അതുകൊണ്ട് ഇതൊക്കെ ലോകത്തിന് തന്നെ നാശം വരയ്ക്കുന്നവയാണ്. അപ്പൊ ഇതൊക്കെ ലോകസംഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആണവായുധങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതൊരിക്കലും പ്രഭുപാദര് പറയുന്നുണ്ട്, ഇത് ലോക സമാധാനത്തിനോ ലോകക്ഷേമത്തിനോ ഉപകരിക്കില്ല എന്ന് ശ്രീല പ്രഭുപാദര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്യതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തെ അശുചിവ്രതാം. അപ്പൊ ഇവിടെ ആസുര സ്വഭാവികളുടെ 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നെന്താണ്? ആശ്രിത്യ ദുഷ്പൂരം, പിന്നെ ദംഭമാന മതാന്വിത, പിന്നെ അസദ്ഗ്രാഹാൻ, പിന്നെ അശുചിവൃത. ഈ 4 കാര്യങ്ങളാണ് ആസുര സ്വഭാവികളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ആസുര സ്വഭാവികളെ എങ്ങനെയുള്ളവരാണ് എന്നിവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തികളെയും ദുരാചാരങ്ങൾക്കൊക്കെ അടിമകളായിരിക്കും അവര്. അപ്പൊ ഈ ശ്ലോകത്തിൽ കൂടി ദുഷ്ടപ്രവൃത്തികൾ എന്താണ്, ദുരാചാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസദ്ഗ്രാഹൻ എന്ന് പറഞ്ഞാല് നശ്വരമായിട്ടുള്ള ഭൗതിക സമ്പത്തെ മുതലായവ ശേഖരിച്ചു കൂട്ടുന്നതിലും അത് ദുർവിനിയോഗം ചെയ്യുന്നതിലുമാണ് ഇങ്ങനെയുള്ളവർക്ക് താല്പര്യം. അതായത് അവരുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ലാത്ത ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവര് ധനം സമ്പാദിച്ചു കൂട്ടുകയാണ്. അതിനുവേണ്ടി അവര് ഏത് വഴിയും, എന്ത് ക്രൂക്കഡായിട്ടുള്ള വഴിയും സ്വീകരിക്കാൻ അവര് തയ്യാറാകുന്നു. അപ്പൊ ആസുര മനോഭാവത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. കാരണം എന്താണ്? അവര് നശ്വരങ്ങളായിട്ടുള്ളവയെ സ്വീകരിക്കാനാണ് ആസുര സ്വഭാവികള് താല്പര്യം കാണിക്കുന്നത്. അവരെ തന്നെ സ്തുതി പാടുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ മറ്റാരും അവരെ സ്തുതിക്കില്ല. അപ്പം അവരിൽ ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് അഭിമാനിച്ചിട്ട് അവരെ സ്വയം പുകഴ്ത്തുകയാണ്. അവരുടെ കൂട്ടു നിൽക്കുന്നവരെയും അവര് പുകഴ്ത്തി പാടുകയാണ് ചെയ്യുന്നത്. അശുചിവൃതര്, അവരുടെ ആശയങ്ങളും അവരുടെ സങ്കല്പങ്ങളും ഒക്കെ എന്തായിരിക്കും? അശുദ്ധമായിരിക്കും. എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ആശയങ്ങളാണ് അവര് വെച്ച് പുലർത്തുന്നത്. സമൂഹത്തിന് നന്മ വരുന്ന ഒരാശയങ്ങളും അവരെ അംഗീകരിക്കില്ല. അവര് മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം ഇവയ്ക്ക് അടിമകളായിരിക്കും എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ദുശീലങ്ങൾ അവരിൽ വളർന്നു വരും. അത് കാരണം അവരില് മിഥ്യാഹങ്കാരം വളർന്നുകൊണ്ടേയിരിക്കും. കാരണം തങ്ങളിൽ ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് അഭിമാനിച്ച് അവരതില് ഗർവിഷ്ഠരായിരിക്കുമെന്ന് ശ്രീല പ്രഭുപാദര് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ആരെങ്കിലും ബഹുമാനിക്കുമോ? ഒരിക്കലുമില്ല. അവര് നിന്ദയ്ക്ക് പാത്രീഭൂതരാണ് എന്ന ശ്രീല പ്രഭുപാദര് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളില് ഇങ്ങനെയുള്ള ആസുര ഗുണങ്ങൾ വളർത്തിയെടുക്കാന് നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഉള്ളില് ദുർഗുണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയാൻ നമ്മള് പരിശ്രമിക്കണമെന്ന് പ്രഭുപാദര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇതൊക്കെ നരകത്തിലേക്കുള്ള വാതിലുകളാണ് എന്നും പ്രഭുപാദര് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയാൻ. അപ്പൊ ഇങ്ങനെയുള്ള ആസുര സ്വഭാവം കൊണ്ട് എന്താണ് സംഭവിക്കുക? കാമോപഭോഗപരമ, അവര് ഇന്ദ്രിയ തർപ്പണം, അത് മാത്രമാണ് അവരുടെ ജീവിത ലക്ഷ്യം. ഇന്ദ്രിയ പൂർത്തീകരണം, അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളെല്ലാം അവര് ഏർപ്പെടുന്നത്. അവരുടെ കാമവാസനയ്ക്ക് ഒരിക്കലും അവസാനമില്ല. ഒടുങ്ങാത്ത ഇന്ദ്രിയ പൂർത്തിക മോഹങ്ങളാണ് അവർക്കുള്ളത്. അപ്പം നിരന്തരം അവരതിനായിട്ട് തന്നെ പരിശ്രമിക്കുകയും അതിനായിട്ട് തന്നെ അവര് സമയം ചിലവഴിക്കുകയുമാണ് ചെയ്യുന്നത്. ഏതുവരേക്കും? പ്രളയാന്താം ഉപാശ്രിത, മരണം വരേക്കും.
മരണം വരേക്കും, അതാണ് മുമ്പേ പറഞ്ഞത്, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതിനു വേണ്ടി കഷ്ടപ്പെടുക, അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിക്കുക, ഇതാണ് അവരുടെ ആശയമെന്ന് പറയുന്നത്. അതിന് അളവില്ല. ആഗ്രഹങ്ങൾക്ക് അവസാനമുണ്ടോ? ഇല്ല. അത് അളവില്ലാത്ത ആഗ്രഹങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി അവര് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അവര് ആശാപാശ ശതേർബദ്ധ, അങ്ങനെ ആശയാകുന്ന പാശം, ആഗ്രഹങ്ങളാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരായി തീരുന്നു. അതായത് എന്നേക്കും ഈ ഭൗതിക ലോകത്തില് ആ കുരുങ്ങിക്കിടക്കുകയാണ് അവർ ചെയ്യുന്നവർക്ക്. ഒരു കാലത്തും ഈ ഭൗതികതയിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ വിചാരിച്ചാലും അവർക്ക് സാധിക്കില്ല. അത്രമാത്രം ഈ ഭൗതികതയിൽ അവര് കെട്ടപ്പെട്ടവരാകുന്നു എന്ന് ഇവിടെ ഭഗവാനും പറയുന്നുണ്ട്, ശ്രീല പ്രഭുപാദരും പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അവരുടെ ദുഷ്ടമായിട്ടുള്ള ആ നീചമായിട്ടുള്ള കാമവാസനകൾ. പിന്നെ അർത്ഥം സമ്പാദിക്കുന്നതിൽ, ധനം സമ്പാദിക്കുന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ആ ധാരാളം ധനം സമ്പാദിച്ച് അവരുടെ ആ അവസാനമില്ലാത്ത ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി അവര് നിരന്തരം അതിൽ മുഴുകി അവരുടെ ജീവിതം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് എന്നേക്കുമായിട്ട് അവരിവിടെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. കെട്ടുപൊട്ടിക്കാൻ അവർ വിചാരിച്ചാലും സാധിക്കില്ല. അത്രമാത്രം ശക്തമായിട്ടുള്ള കുരുക്കുകളിൽ അവര് പെട്ട് അവര് നരകത്തിന് അടിമകളായി തീരുകയാണ് ചെയ്യുന്നത്. അവര് ലോ ഓഫ് കർമ്മ അത് അവർ അംഗീകരിക്കുന്നേ ഇല്ല. എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതവര് അംഗീകരിക്കുന്നതേ ഇല്ല, അതിലവര് വിശ്വസിക്കുന്നതുമില്ല. മരണാനന്തര ജീവിതത്തിലോ ഇഹലോകത്തിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭുജിക്കാൻ വേറെ ശരീരമെടുത്ത് വീണ്ടും ജനിക്കുമെന്നോ അവർക്ക് വിശ്വാസമേ ഇല്ല. അത് അവര് തന്നെ അവരുടെ ജീവിത പരിപാടികൾ ആസൂത്രണം ചെയ്യും, അത് അവർക്ക് നടപ്പിലാക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. ഇതിന് ഒരു അവസാനവുമില്ലാതെ ഇങ്ങനെ മരണം വരെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് അസുര സ്വഭാവമായിട്ടുള്ള ഒരു വ്യക്തി ഡോക്ടറോട് തന്റെ ആയുസ് നീട്ടി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവരറിയുന്നുണ്ട്, ഡോക്ടർ വിചാരിച്ചാല് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അത്രമാത്രം അവരെ ഭൗതികതയ്ക്ക് അടിമപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് മൂഢരാണ് എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. മരണത്തിന് നമ്മൾ പറഞ്ഞിട്ടാണ് മരണം വരുന്നത്? ഒരിക്കലുമല്ല. അത് നമ്മളുടെ ഇഷ്ടത്തിന് മരണം കാത്തു നിൽക്കുമോ? ഇല്ല. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൃത്യു കേൾക്കുമോ? എൻ്റെ പേരക്കുട്ടികളുടെ വിവാഹം കഴിയട്ടെ, അല്ലെങ്കിൽ പേരക്കുട്ടി പഠിച്ച് വലുതായി കാണണം എന്ന് പറഞ്ഞാല്, അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞാല് കാത്തു നിൽക്കുമോ മരണം? ഇല്ല. അപ്പം ആസുര സ്വഭാവികള് ഈശ്വര വിശ്വാസികളല്ല, ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല. തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെയും അവര് അംഗീകരിക്കുന്നില്ല. നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മളുടെ കുട്ടികളെ എന്താക്കി വളർത്തണം? ഈശ്വര വിശ്വാസം ഉള്ളവരാക്കി വളർത്തണം. അത് ഓരോ കുടുംബത്തിലുള്ളവരുടെ പ്രായപൂർത്തിയായിട്ടുള്ള മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛനമ്മമാരുടെ കടമകൾ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തെ, ഒരു 80% സമൂഹത്തെ നന്നാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അവരെയും കൃഷ്ണാവബോധമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരിക. മോറൽ വാല്യൂസ്, സ്പിരിച്വൽ വാല്യൂസ് പറഞ്ഞു കൊടുത്ത് നമ്മളുടെ മക്കളെയും നമ്മളുടെ പേരക്കുട്ടികളെയും ഒക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലെങ്കിലോ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് കുരങ്ങന്മാര് ചാടി കളിക്കുന്ന മാതിരി, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം, അവിടെ നിന്ന് വേറൊരു ശരീരം, ഇങ്ങനെ ഈ ഭൗതികതയില് ഓരോ ശരീരങ്ങൾ സ്വീകരിച്ച് ജന്മമൃത്യു ജരാവ്യാധിക്ക് അടിമപ്പെട്ട് ഒരു കാലത്തും പുറത്തു കടക്കാൻ വയ്യാത്ത വിധം ഒരു ശൃംഖലയില്, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ശൃംഖലയാണ്, കാമവാസനകൾ കെട്ടപ്പെട്ട ഒരു വലയാണിത്. അതിൽ നിന്ന് ചിലന്തി വല മാതിരി, ചിലന്തി വലയിൽ ഒരു പ്രാണി അകപ്പെട്ടാൽ ആ പ്രാണിക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല, ചിലന്തിയുടെ വായിൽ പെട്ടത് തന്നെ. അതുപോലെ മൃത്യുവിന്റെ വായിൽ പെട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ഉള്ളില് ആസുര സ്വഭാവികൾക്ക് ജ്ഞാനമില്ല. പക്ഷെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരിയെങ്കിലും ഭഗവാനെ കുറിച്ച് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്ന് കേട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ
നമ്മളുടെ ഉള്ളിലെ ആസുര സ്വഭാവങ്ങൾ വളർത്താൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതിനെ മുളയിൽ നുള്ളിക്കളയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനും മറ്റുള്ളവരെ കൂടി ഈ വഴിയിൽ കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദര് ഉദ്ബോധിപ്പിക്കുന്നത് നമ്മളെ. ഹരേ കൃഷ്ണ. ഇനി ബാക്കി ശ്ലോകം അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.